ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 55. വധഭീഷണിയെ നേരിടേണ്ടതെങ്ങനെ? ഹലോ, സത്യഭാമയാണ് സാർ. സാറ് പറയുന്നത് അത്ര വലിയ അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നമ്മൾ കേസ് നോക്കുന്നത്. ഞാനത് ആലോചിച്ചാണ് സാർ. പക്ഷേ നമ്മളൊരു കള്ളസാക്ഷിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ക്രോസ് വിസ്താരം നടക്കുമ്പോ അയാളുടെ നാവിന്ന് വല്ല അബദ്ധവും വീണിട്ടുണ്ടെങ്കിൽ ബാർബർ സുകുമാരൻ ഇപ്പൊ ജയിലിൽ കിടന്നാനെ. ഞാൻ നേരിട്ട് പറയാം സാർ. ശരി. പിന്നെ സത്യഭാമയാണ് കേസ് വാദിക്കാൻ പഠിപ്പിക്കുന്നത്. എനിക്ക് ഇങ്ങനെ സൗകര്യമുള്ളൂ. സാറിന് അനക്കൊന്നും കേൾക്കാനില്ലല്ലോ. എന്തുപറ്റി? മോനേട്ടാ, മോഹനേട്ടാ, സമയം 9 ഭക്ഷണം കഴിക്കുന്നില്ലേ? നല്ല തലവേദന, എന്തു പറ്റിയെന്നറിയില്ല. ഒരു ഗുളിക കഴിച്ചാൽ മറന്നു തരട്ടെ? ഗുളികയൊന്നും വേണ്ട. ഗുളിക കഴിക്കാൻ പാടില്ലല്ലോ. ഇംഗ്ലീഷ് മരുന്നൊക്കെ വിഷമല്ലേ? ഞാനത് മറന്നു, സോറി. ഒരു ദിവസം ലീവ് എടുത്ത് വിടിരുന്നാൽ എല്ലാ തലവേദനയും മാറും. ലീവ് എടുക്കണം? ഞാനോ? നടന്നു തന്നെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നൊരു ചൊല്ലുണ്ട്. ഇന്ന് ഈ തലവേദന വെച്ച് ആപ്പീസിൽ പോയി അവിടുത്തെ ജോലി മുഴുവനും ചെയ്ത് ആ തലവേദന ഇരട്ടിയായി നാളെ തലവെക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോ ഒടുവിൽ ആശുപത്രിയിൽ പോയി അവിടെ അഡ്മിറ്റായി ഒരാഴ്ചത്തെ ലീവ് എടുക്കുമ്പോഴേ എന്റെ മോഹനേട്ട പഠിക്കൂ. അപ്പൊ ഈ തലവേദന വെച്ചോണ്ട് ഇവിടെ ഇരുന്നു. ഒരാഴ്ച ലീവോ? പിന്നെ എന്റെ പേര് മോഹനേഷ് എന്നാ. ഒരാഴ്ച പോയിട്ട് 1 മണിക്കൂർ ഞാൻ ലീവ് എടുക്കില്ല. പിന്നെ ഭാമേ, ഗുളികയല്ലാതെ വേറെന്താ മരുന്നുള്ളത് പെട്ടെന്ന് തലവേദന പറയാനായിട്ട്? എനിക്കറിഞ്ഞൂടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ തലവേദന വെച്ചിട്ട് ഓഫീസിൽ പോയാ നീ പറഞ്ഞ പോലെ കൂടിയാലോ? അയ്യോടാ, അപ്പൊ വില്ലേജ് ഓഫീസർക്ക് പേടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മോഹനേട്ടാ, ആ തലവേദന മാറണമെങ്കിൽ ഒന്നെങ്കിലും മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക. ലീവ് എടുത്ത് ഇവിടെ ഇരിക്കാമെങ്കിൽ കുടിക്കാൻ വല്ല കട്ടൻ ചായ ഇട്ട് ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കാൻ ഞാൻ. നീ ഇത്ര പെട്ടെന്ന് ഇവിടെ പോവാ രാവിലെ? ഇന്ന് 3 കേസിന്റെ വിസ്താര വെച്ചിരിക്കുന്നത്. ഒക്കെ പ്രമാദമായ കേസുകളായതുകൊണ്ട് നേരത്തെ ചെന്ന് സാക്ഷികളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണ്ടേ? നുണ പറയാൻ പഠിപ്പിക്കുന്ന കാര്യം ശരിക്ക് പഠിപ്പിച്ച് നുണ ഉറപ്പിച്ചാലല്ലേ കേസ് ജയിക്കൂ. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ലജ്ജയാ. തലവേദനയാണെങ്കിലും വഴക്കിനുള്ള വഴി നോക്കിക്കോളൂ. ദേ, ഇന്ന് ഞങ്ങൾ വിസ്തരിക്കുന്ന സാക്ഷികളൊക്കെ ഒറിജിനൽ സാക്ഷികളാ. ഒരൊറ്റ കള്ളസാക്ഷി പോലും ആ കൂട്ടത്തിലില്ല. അങ്ങനെ കള്ളം പറഞ്ഞ് കേസ് ജയിക്കാനാണെങ്കിൽ ഇന്നലെ ഞാൻ വാദിച്ച ബാർബർ സുകുമാരന്റെ കേസ് പുല്ലുപോലെ ഞാൻ ജയിച്ചേനെ. പക്ഷേ ഞാൻ ഒരൊറ്റ കള്ളസാക്ഷിയെ പോലും കൊണ്ടുന്നില്ല. സുകുമാരൻ കേസ് തോൽക്കുകയും ചെയ്തു. എന്തായിരുന്നു കേസ്? സുകുമാരന്റെ ബാർബർ ഷാപ്പിൽ കേശവൻ എന്നയാൾ മുടിവെട്ടാൻ എത്തുന്നിടത്തായിരുന്നു തുടക്കം. മുടിവെട്ടുന്നതിനിടയ്ക്ക് സുകുമാരൻ എന്തോ ഒരാശയം പറഞ്ഞു. കേശവൻ അത് ഇഷ്ടപ്പെട്ടില്ല. വഴക്കായി, ചീത്തവിളിയായി. ഇതിനിടയിൽ സുകുമാരന്റെ കയ്യിലിരുന്ന കത്തി കേശവന്റെ കഴുത്തിൽ കൊണ്ട് നന്നായിട്ടൊന്ന് മുറിഞ്ഞു. നാട്ടുകാർ കൂടി കേശവനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. 6 സ്റ്റിച്ചിടേണ്ടി വന്നു. ആശുപത്രി കിടന്നുകൊണ്ട് തന്നെ കേശവൻ പോലീസിനെ വിവരം അറിയിച്ചു. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ സുകുമാരൻ കൊല്ലാൻ ശ്രമിച്ചു എന്നായി കേസ്. എന്നിട്ടെന്താ? സുകുമാരന് കയ്യബദ്ധം പറ്റിയതാണെന്ന് ഞാനും വാദിച്ചു. ഷേവ് ചെയ്യുമ്പോ ഒന്ന് മുറിയുന്നത് വലിയ തെറ്റാണോന്നായിരുന്നു എന്റെ വാദം. ഷേവ് ചെയ്യുമ്പോ 6 സ്റ്റിച്ചിടാൻ പാകത്തിൽ മുറിയോ? മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കേശവന്റെ വാദം കോടതി തള്ളി. തെളിവില്ല. പക്ഷെ മുറിഞ്ഞു എന്നുള്ളത് സത്യമാണല്ലോ. എങ്ങനെ മുറിഞ്ഞു എന്നുള്ളതിന് സാക്ഷികളുണ്ടായിരുന്നില്ല. കേശവന്റെ കഴുത്ത് മുറിഞ്ഞതിന് ശേഷമാണ് നാട്ടുകാരെത്തിയത്.
ഹരിചന്ദ്ര സാർ എന്നോട് പറഞ്ഞു ഒരു കള്ളസാക്ഷിയെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ കേസ് പുഷ്പം പോലെ ജയിക്കാന്ന്. ബാർബർ ഷോപ്പിൽ മുടിവെട്ടാൻ വന്നൊരാൾ കണ്ടു നിൽപ്പുണ്ടായിരുന്നുവെന്നും സുകുമാരൻ അറിയാതെ കത്തി കൊണ്ടതാണെന്നും അയാൾ നേരിട്ട് പറഞ്ഞാൽ കോടതി വിശ്വസിക്കില്ലേ? എന്നിട്ടെന്തേ അത് വേണ്ടെന്ന് വെച്ചത്? എന്തിന്? എന്തായാലും സുകുമാരനോട് നഷ്ടപരിഹാരം കൊടുക്കാൻ മാത്രമാ കോടതി പറഞ്ഞത്. കേസ് തോറ്റെങ്കിലും സുകുമാരന് വേറെ ശിക്ഷയൊന്നും കിട്ടിയല്ലോ. അപ്പോ നഷ്ടം കൊടുക്കേണ്ടി വന്നു? ഓ, ആശുപത്രി ചെലവ് 5000 രൂപയും. അത് സുകുമാരൻ കൊടുക്കട്ടെ. ചുമ്മാ അതൊന്നും അല്ലല്ലോ, കേസും കുട്ടിയുടെ കഴുത്ത് മുറിഞ്ഞിട്ടല്ലേ. കഷ്ടം. കഴുത്ത് മുറിഞ്ഞ് 6 സ്റ്റിച്ചിടേണ്ടി വന്നിട്ടും അത് ചെയ്തവന് ശിക്ഷയില്ല. നഷ്ടം കൊടുത്താൽ മതിയെന്ന്. പൊട്ടുന്നല്ലോ. അമ്മേ, ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ബാർബർമാർക്ക് മുടിവെട്ടാൻ വരുന്ന ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. എന്ത് ധൈര്യത്തിൽ നമ്മൾ അവരുടെ മുമ്പ് തലകൊണ്ടിച്ചു കൊടുക്കും? സാറേ, ഇതൊന്നും എന്റെ പ്രശ്നമല്ല. ഡോക്ടർമാർക്ക് കയ്യബദ്ധം പറ്റി രോഗി മരിച്ചു പോവാറില്ലേ? ഡ്രൈവർമാർക്ക് അബദ്ധം പറ്റുമ്പോഴല്ലേ ആക്സിഡന്റ് ഉണ്ടാവുന്നത്? അതുപോലെ തന്നെ ഇതും. നല്ല ന്യായം. ഞാൻ എന്തായാലും ഈ കാര്യം നാട് മുഴുവൻ നടന്ന് പറയാൻ പോവാ. പിന്നെ സുകുമാരന്റെ ബാർബർ ഷാപ്പിൽ മുടിവെട്ടാണെന്നും പ്രവർത്തനം ചെയ്യില്ലല്ലോ. ഇങ്ങനെയൊക്കെ വേണം ഇവനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാനുള്ളത്. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ട. സുകുമാരനെ ആള് വെച്ചുക. പണ്ട് സുകുമാരന്റെ ഭാര്യയെ പഞ്ചാരി അടിച്ചു എന്ന് പറഞ്ഞ് ഒരുത്തനെ കല്ലെറിഞ്ഞു വീഴ്ചതാ സുകുമാരൻ. അയാൾക്കേ മുടിഞ്ഞു ഉന്നവാ. അടുക്കുന്ന സൂക്ഷിച്ചു വേണമെന്ന് പോലീസുകാർ വരെ പറഞ്ഞു. ഇനിയിപ്പോ മോഹനേട്ടൻ സുകുമാരനെ പറ്റി എന്തെങ്കിലും എവിടെയെങ്കിലും പോയി പറയും. അത് സുകുമാരൻ അറിയും. ഒടുവിൽ മോഹനേട്ടൻ ആഫീസ് പോകാൻ നേരത്ത് സുകുമാരൻ പുറകിന് ഇങ്ങോട്ട് നോക്കിയേ എറിഞ്ഞു വീഴുകയും ചെയ്യും. അത് വേണോ? അങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റും. അങ്ങനെ അറിഞ്ഞാ കേസ് കൊടുക്കും. പോലീസ് ഉണ്ടല്ലേ നാട്ടിൽ. കേശവന്റെ കഴുത്തില് കത്തി വെച്ചപ്പോഴും പോലീസ് ഉണ്ടായിരുന്നല്ലോ ഈ നാട്ടില്. എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? നിസാര നഷ്ടപരിഹാരം കൊടുത്ത് സുകുമാരൻ രക്ഷപ്പെട്ടില്ലേ? മോനേട്ടാ, സുകുമാരന്റെയും കേശവന്റെയും കേസ് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വീണ്ടും ഈ തലവേദന കൂട്ടാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്ക്. ഞാൻ പറ്റിയ വൈകിട്ട് നേരത്തെ വരാം. എനിക്ക് റെസ്റ്റ് വേണ്ടെങ്കിലോ? വേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ തലവേദന കൂടിയിട്ട് പിന്നെ എന്നോട് പറയാൻ നിൽക്കരുത്. മൈൻഡ് പോലും ചെയ്യില്ല ഞാൻ. കാപ്പി എടുത്തു തരണോ? തന്നെ താൻ കഴിക്കോ? വേണ്ട. ചൊച്ചോ. ശരി, പോകുന്ന വഴിക്ക് കൃഷ്ണൻകുട്ടിയുടെ കടയിൽ കഴിച്ചാൽ മതി. ശിശുപാല, ഞാൻ മോഹനകൃഷ്ണ. എനിക്ക് നല്ല സുഖമില്ല. ഞാൻ ലീവാ. ഒരു തലവേദന. അല്ല, തലവേദന നെഞ്ചുവേദന ഒരുമിച്ച് വന്നു. എനിക്ക് ലീവ് എടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, നിർബന്ധമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് പിന്നെ ഏത് ഡോക്ടറായാലും എന്താ, ഞാൻ സൗകര്യമുള്ള ഡോക്ടർ എടുത്തു പോകും. ശിശുപാല, ഞാനാണ് വലിയൊരു ഓഫീസർ. എന്റെ ഓഫീസർ ആകെ നോക്കല്ലേ. കാര്യം